പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ഇന്ന് പകൽക്കാലം നമ്മെ വിളിച്ചു പറയുന്ന ഒരു വചനമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം. സ്തോത്രം. അകന്നിരിക്കുന്ന ദൈവമല്ല, നമ്മളോട് അടുത്തിരിക്കുന്ന ഒരു ദൈവം. ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ്. ആർക്കും അറിയാത്തത് അറിയുന്നവൻ, ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുന്നവൻ, ആർക്കും വരാൻ കഴിയാത്തിടത്തേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. ആരാ നമ്മോട് കൂടെ? നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. പ്രവാചകനായ ഏലിയാവ് തന്നെ ശിഷ്യനോട് പറഞ്ഞു, നീ കണ്ണു തുറന്ന് നോക്ക്. നോക്കിയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ പറയുന്നു, അല്ലയോ യജമാനനെ, നമ്മുടെ കൂടെ ഉള്ളവർ അവരുടെ കൂടെ ഉള്ളവരുടെ മുമ്പിൽ യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പ്രവാചകൻ പറഞ്ഞ വാക്ക്, നിന്റെ കണ്ണു തുറന്ന് ഒന്നുകൂടെ നോക്ക്. പുറം കണ്ണ് തുറക്കുന്നതിനേക്കാൾ അധികമായി അകത്തെ കണ്ണുകൾ തുറന്ന് ദൈവം നമുക്ക് സഹായത്തിനായി നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി ആക്കി വെച്ച ദൂതന്മാരുടെ എണ്ണം കാണണമെങ്കിലും അത് കണ്ട് ധൈര്യപ്പെടണമെങ്കിലും ഉൾക്കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അറിയത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം. ദൈവം കൂടെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മുടെ കാലുകൾ ചെറുവിരലുകൾ പോലും തട്ടിയതല്ലേ. പക്ഷെ നീ തറയിൽ വീഴാതെ വേണം ദൈവത്തിന്റെ ബലമുള്ള കൈകളിൽ വഹിച്ചത് അത് ദൈവമാണെന്ന് അറിയുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവമാണത് ചെയ്തതെന്നുള്ള സത്യം നമ്മൾ ഇന്ന് പകൽക്കാലമെങ്കിലും ഓർക്കണം. നമ്മുടെ കൂടെയുള്ള കർത്താവ്, തീച്ചൂളയിൽ കൂടെ നിൽക്കുന്ന കർത്താവ്, സിംഹത്തിന്റെ ഗുഹയിൽ കൂടെ നിൽക്കുന്ന കർത്താവ്, ചെങ്കടലിൽ കൂടെ നിൽക്കുന്ന കർത്താവ്, പ്രതികൂല സാഹചര്യം എന്താണോ അവിടെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവ്. സ്തോത്രം. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, ദൈവം നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ മാതാവും പിതാവും നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിത പങ്കാളികൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം, നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കാം. പക്ഷെ യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുമോ? യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുക, നിങ്ങളുടെ വേദനയെ മാറ്റുക, നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റുക, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം നൽകുക, നിങ്ങളുടെ കടഭാരങ്ങൾക്ക് പരിഹാരം നൽകുക. കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ആരും വാദിക്കുവാൻ കഴിയാതെ നിങ്ങളുടെ കേസുകൾ മാറി പോകുമ്പോൾ നിങ്ങൾ വ്യാകുലപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ ദൈവമിത നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. കൂടെയുള്ളൊരു കർത്താവ്. നീ കണ്ണുകൾ നിറഞ്ഞ് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും തറയിൽ വീഴാതെ വേണം അവന്റെ കൈക്കുമ്പിളിലാക്കി നമ്മെ വിടുവിക്കുന്നവനായ ദൈവം. മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഇസ്രായേൽ ജനം കരഞ്ഞു. പക്ഷേ അവർ ദാഹിച്ച് മരിക്കാതെ വണ്ണം ദൈവം മരുഭൂമിയിൽ അവർക്ക് നീരുറവ് കൊടുത്തു. ഭക്ഷണം കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ ഇല്ലെങ്കിലും പോകുന്നവരൊക്കെ പോട്ടെന്ന്, പക്ഷെ കർത്താവ് കൂടെയുണ്ട്. എന്റെ കൂടെ യേശുവുണ്ട്, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. എത്ര പേർക്ക് പറയുവാൻ സാധിക്കുന്ന പകൽക്കാലം? ആര് നമ്മളെ തള്ളിയാലും കർത്താവ് നമ്മളെ തള്ളുകയില്ല. നമ്മുടെ ബലഹീനത കണ്ട് നമ്മെ സ്നേഹിച്ച ദൈവം. യാക്കോബോട് പറഞ്ഞു, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഞാൻ നിന്നെ കണ്ട ദൈവമാണ്. മോശയോട് പറയുന്നു, വിക്കനെയും തടിച്ച നാവുള്ളവനെയും സൃഷ്ടിച്ചവൻ ഞാനല്ലയോ? എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നിന്റെ ബലഹീനത കണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുറവുകൾ കണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇല്ലായ്മകൾ കണ്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്ന് നിനക്ക് രോഗിയായെന്ന് കരുതി നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ കളഞ്ഞിട്ട് പോയെന്നിരിക്കുക. നീ വാർദ്ധക്യമായി എന്ന് പറഞ്ഞ മാതാവേ പിതാവേ നിന്നെ തള്ളി നിന്റെ മക്കൾ ഒരു പക്ഷെങ്കിൽ നിന്നെ വഴി ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ കൊണ്ടാക്കിയിട്ട് അവർ മാറിപ്പോയെന്നിരിക്കാം. പക്ഷെ അവിടെയും വരുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. അതുകൊണ്ട് വിശ്വസിക്കുക, ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എവിടെയായാലും എവിടെ ഇരുന്നാലും എത്രയൊക്കെ അടിച്ച് നിങ്ങളെ ഒതുക്കി വെച്ച് നിങ്ങളെ ഉള്ളറയിലാക്കി വെച്ചിരിക്കുന്നുവെങ്കിലും ഈ ശബ്ദം ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. സ്തോത്രം.
പത്രോസിനെയും പൗലോസിനെയും ഒക്കെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ അവിടെയൊക്കെ കാരാഗ്രഹത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന ആ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ കൂടെയുണ്ട്. വിഷമിക്കേണ്ട, നിങ്ങളെ കരം പിടിക്കും, നിങ്ങളെ ഉയർത്തും. ഈ കർത്താവിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.